നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്, ഓമന അപ്പം. പേര് പോലെ തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു അപ്പം. ഇത് തയ്യാറാക്കാനായി 1 കപ്പ് വെള്ള അവൽ, ഇത് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതാണ്. ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി പച്ചരി കുതിർത്തത് 1.5 കപ്പ്, ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇതും ജാറിലേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ആദ്യം അരച്ച അവലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് വീണ്ടും ഒരു തവണയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബാറ്റർ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുക. അത് പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കവിഞ്ഞു പോകും. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു കട്ടിയാണ് ഇതിന് വേണ്ടത്. ഇനി ഇത് 5 തൊട്ട് 6 മണിക്കൂർ വരെ ഇത് പൊങ്ങാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക. ആവശ്യമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ളത് കൂടി ചേർക്കുക. സാവധാനം മിക്സ് ചെയ്തിട്ട് ഒരു തവി ബാറ്റർ എടുത്ത് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചുകൂടി കുറച്ച് വയ്ക്കുക. മൂടി വെച്ച് ഇത് 3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഓമനയപ്പം തയ്യാറായിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടു, ഇത് വളരെ സോഫ്റ്റാണ്. സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇതിന് നല്ല കോമ്പിനേഷൻ. ചിക്കൻ കറി അല്ലെങ്കിൽ എഗ് റോസ്റ്റ്, ഇതൊക്കെ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു.